നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ ഒരുപാട് കളികൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ മാക്കൂട്ടത്തിൽ അൻവറിനെ കണ്ടു. ആ കൂടിക്കാഴ്ച തെറ്റാണെന്ന് വി.ഡി. സതീശൻ പറയുന്നു. തെറ്റ് അംഗീകരിക്കുന്നുവെന്ന് രാഹുൽ മാക്കൂട്ടത്തിൽ സമ്മതിക്കുന്നു. എന്നാൽ അതിൽ വലിയ തെറ്റില്ല എന്ന നിലപാട് മറ്റു ചില കോൺഗ്രസ് നേതാക്കൾ വെച്ചു പുലർത്തുന്നു. സതീശൻ പറഞ്ഞത് സതീശൻ്റെ അഭിപ്രായമാണ് എന്ന് അടൂർ പ്രകാശ് പറയുന്നു. ഈ വിഷയം വിവാദമാക്കേണ്ട എന്ന് കെ മുരളീധരൻ പറയുന്നു. എന്നാൽ ഇത് തിണ്ണമിടുക്കിൻ്റെ ലക്ഷണം എന്ന് തിരുവഞ്ചൂർ പരിഹസിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒരു വശത്ത് ഉരുണ്ടുകൂടുമ്പോഴാണ് BJP അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായി എത്തുന്നത് ഒരു മുൻ കേരള കോൺഗ്രസ് നേതാവ് കൂടിയാണ്. ആ നേതാവിൻ്റെ ഗ്രൂപ്പ് യോഗങ്ങളിലെ ചില ഫോട്ടോകളും പുറത്തു വരികയാണ്. അങ്ങനെ കലങ്ങി മറയുകയാണ് നിലമ്പൂരിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കളികളെന്ത്? ഇതാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ ശ്രീ ദിവാകരനാണ്. തലശ്ശേരിയിൽ നിന്നാണ് എനിക്കൊപ്പം ചേരുന്നത്. ശ്രീ ദിവാകരൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിലമ്പൂരിൽ രാഷ്ട്രീയ അന്തർനാടകങ്ങൾ നടക്കുന്നുണ്ടോ? സാറേ, രാഹുൽ മാങ്കൂട്ടം സോൾവ് ചെയ്യാൻ പേഴ്സണലായി പോയത് അന്വയിപ്പിച്ച് കോൺഗ്രസിന് ഗുണം കിട്ടാനാണ്, വളരെ ഗുണം കിട്ടാനാണ്. മിടുക്കനായ ഡബിൾ PGയും ഡോക്ടറേറ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീനിയർ നേതാവിന്റെ കാട്ടിയും പക്വതയുള്ള ഒരു ബുദ്ധിമാനായ ഒരു MLA ആണ്. പിന്നെ ഷാഫി പറമ്പിന്റെ ഉറ്റ സ്നേഹിതനാണ്. അദ്ദേഹത്തിന് നല്ല ജനപിന്തുണ, നല്ല ബുദ്ധിമാനായ ഒരു വ്യക്തിയാണ്. പിന്നെ അൻവർ പറയുന്നത് കുറച്ച് ശരിയാണെങ്കിലും ബഹുഭൂരിപക്ഷവും അർത്ഥശൂന്യമായി പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഘട്ടത്തിലെങ്കിലും അദ്ദേഹം ഒന്ന് ബുദ്ധി പ്രയോഗിച്ചിട്ട് നല്ല നിലയിലാണെങ്കിൽ ആ രീതി. പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ശക്തനും ബുദ്ധിമാനുമായ നേതാവാണ്. അദ്ദേഹത്തിനെയും കൊണ്ടും അദ്ദേഹം പറയാൻ പാടില്ല. അതായത് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ പൊതുവേദിയിൽ നിന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ എല്ലാവരും പങ്കെടുക്കുന്നു. ഷിജു കുര്യത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സിംഗപ്പൂരിൽ നിന്ന് നമ്മുടെ കാറ്റ് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത്, ഞാൻ പ്രേക്ഷകനിലേക്ക് വരാം. ഏതായാലും UDF നേതൃത്വങ്ങളെ വെല്ലുവിളിച്ചും ഒക്കെ നടത്തിയ പരാമർശങ്ങൾ അൻവറിന് വിനിയാകുമോ എന്നറിയില്ല. ഏതായാലും വി.ഡി. സതീശന് അത് വലിയ തോതിൽ ക്ഷീണം ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വി.ഡി. സതീശൻ അൻവറിൻ്റെ വാതിൽ അടച്ചു എന്നാണ് തറപ്പിച്ച് പറയുന്നത്. പക്ഷേ അതേസമയം വാതിൽ അങ്ങനെ അടച്ചിട്ടില്ല എന്ന് അടൂർ പ്രകാശ് പറയുന്നു. മാത്രവുമല്ല, ഇത് ജനാധിപത്യവും തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയിലും എല്ലാവർക്കും സംസാരിക്കാൻ അവകാശമുണ്ട് എന്ന വാദവുമായി ചില കോൺഗ്രസ് നേതാക്കൾ വരികയും ചെയ്യുന്നു. ഷാജി ഭാസ്കർ എന്നോട് ഹായ് എന്ന് പറയുന്നു. ഏതായാലും ഈ വിഷയം വളരെ ചൂടായി നിൽക്കുമ്പോഴും അവിടെ KC വേണുഗോപാൽ പ്രതികരിക്കാതെ മാറുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത്. ഏതായാലും PV അൻവറുമായുള്ള രഹസ്യ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ നിലപാടിനെ വിമർശിക്കുകയാണ് വി.ഡി. സതീശൻ. അൻവറിനെ കാണാൻ രാഹുലിനെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. രാഹുൽ അൻവറിനെ കണ്ടത് തെറ്റാണ് എന്ന് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു. വി.ഡി. സതീശൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വിശദീകരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിലെത്തി. തൻ്റെ നേതൃത്വം പറയുന്നത് താൻ അംഗീകരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. പിണറായി സത്തിൻ്റെ ഇരയായതിനാലാണ് രാഹുൽ മാക്കൂട്ടം തന്നെ വന്ന് കണ്ടതെന്ന് PV അൻവർ പറയുന്നു. പാലക്കാട് വെച്ച് രാഹുൽ തന്നെ സ്വകാര്യമായി വന്ന് കണ്ടിരുന്നു. 4 ദിവസം മുൻപ് K. സുധാകരനും വന്ന് കണ്ടിരുന്നു എന്നാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. താൻ സ്ഥലത്ത് വന്ന് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. മുഴുവൻ സാധനങ്ങൾ കൊള്ള ചെയ്യുകയും 90 വയസ്സുള്ള വൈദികനെ വരെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു. അതെ, അദ്ദേഹത്തിൻ്റെ വായിൽ വലിച്ച് കെട്ടി, ആ കൈകൾ പുറകിൽ കെട്ടി, കാല് കെട്ടിയിട്ടാണ് തൂക്കിയെടുത്ത് അദ്ദേഹത്തെ മർദ്ദിച്ചത്. 90 വയസ്സുള്ള ആള് നെടുമുറിയിൽ ഫാദർ ലീനസിനെ മുറിയിൽ പൂട്ടിയിട്ടു. മറ്റൊരു ചെറുപ്പക്കാരനായ അച്ഛൻ, നമ്മുടെ ഗോതുരത്ത് സ്വദേശിയാണ്, ഫാദർ സിൽവി, അദ്ദേഹത്തെ കമത്തിക്കിടത്തിയിട്ട് വടിവെച്ച് ക്രൂരമായി മർദ്ദിക്കുകയാണ്. വായി കെട്ടി, കൈ കെട്ടി, കാല് കെട്ടി ഇവരെ രണ്ടുപേരെയും മുഴുവൻ സാധനങ്ങൾ കവർന്നെടുത്തിട്ട് രാത്രി മുറിയിലിട്ട് പൂട്ടി ഇവർ പോയി. ഇവർ 1.5 മണിക്കൂറെടുത്ത് കെട്ടെല്ലാം അഴിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഇവരുടെ പറ്റിയില്ല. ഒരു ശബ്ദം കേട്ട് അടുത്തുള്ള ഒരു പൂജാരിയായ ഒരാളാണ്, അദ്ദേഹം വന്നിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇതിപ്പോൾ ഇവിടെ മാത്രം നടക്കുന്ന സംഭവമല്ല.
മധ്യപ്രദേശിൽ ഒറീസയിൽ, അതുപോലെ അഹമ്മദാബാദിൽ, ഗുജറാത്തിൽ, ഛത്തീസ്ഗഡിൽ 4 സ്ഥലത്തും വ്യാപകമായ ആക്രമണമാണ് നടക്കുന്നത്. ഈ ചില കൊള്ള സംഘങ്ങളെ ഗവൺമെന്റ് അനുവദിക്കുകയാണ് 2 മാസം കൊണ്ട് എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങളും കൊള്ള ചെയ്യണമെന്ന് പറയുകയാണ്. ഒരാളെ പിടിക്കില്ല. കമ്മീഷൻ അടുത്തൊക്കെ ചെന്ന് ഒരു പരാതി പറയുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഒന്നിൽ ബജരംഗ് ദളുകാരെ ആക്രമിക്കും, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ സംഘപരിവാരവുമായി ബന്ധപ്പെട്ട ആളുകൾ ആക്രമിക്കും, ഇനി ഇതുവരേക്ക് പോലീസ് ആക്രമിക്കും, അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങൾ ആക്രമിക്കും. അപ്പം ഞങ്ങളെല്ലാം ഒരുപാട് സ്ഥലത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ക്രൈസ്തവർക്കെതിരായി രാജ്യവ്യാപകമായ ആക്രമണങ്ങൾ പെരുകുകയാണ്, വ്യാപകമായി. ഈ വർഷം ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്ന ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ, ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഇവർ കേൾക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അച്ഛനെ വിളിച്ചപ്പോൾ, ഒഡീഷയിൽ തന്നെ ഒരു അച്ഛനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തോളല് തകർന്നിരിക്കുക. ഞാൻ ജബൽപൂരിൽ ബിഷപ്പിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, എന്റെ പ്രതിപക്ഷ നേതാവ് ഇത് എല്ലാ ദിവസവും എന്നതുപോലെ. അതാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഒരുപക്ഷെ രാഷ്ട്രീയ വിഷയമാകുമെന്ന് കരുതിയാണ് ഞാൻ അതിലേക്ക് പോയത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ അടുത്ത കോളർ ശിവദാസൻ ബാലരാമപുരം. ശ്രീ ശിവദാസൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്താണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? നിലമ്പൂരിൽ എന്തൊക്കെ അന്തർനാടകങ്ങൾ നടക്കും? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആക്കണം, കാരണം നമുക്ക് ഈ രാഷ്ട്രീയ കളിയിൽ നമ്മളെ കണ്ടത് ഏറ്റവും രാഷ്ട്രീയ കളികൾ എന്താ പറയാ, തൊലിക്കെട്ടി കൂടുന്ന പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ അൻവറിന് അവിടെ രാഹുൽ കാണാൻ പോയാൽ ഇത്രയും ശോഭിക്കേണ്ട കാര്യമൊന്നും സുനിൽ സാറിനില്ല. കാരണം പിണറായി കാണിക്കുന്ന വിരോധത്തിന് ഇഷ്ടം പോലെ രോഗിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിന്, അതേപോലെ അൻവറിനെ. പക്ഷെ അൻവർ അടുത്ത പ്രേക്ഷകൻ ഷാജി ഭാസ്കർ നമുക്കൊപ്പം ചേർന്നുണ്ട്. എനിക്ക് ഹായ് എന്ന് പറയുന്നുണ്ട്. രാഹുൽ പാർട്ടിക്ക് വേണ്ടി പോയതാണ്, അതിലെന്താണ് തെറ്റ് എന്ന് ജലേഷ് ജോൺ എന്നോട് ചോദിക്കുന്നു. ബൈജു അക്ബർ നിലമ്പൂരിൽ സ്വരാജ് ജയിക്കും, അടുത്ത മുഖ്യമന്ത്രിയാവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്വരാജിനെ അടുത്ത മുഖ്യമന്ത്രിയായി കാണുന്ന ചിലരുണ്ട്. അദ്ദേഹം ഇത് കാണുന്നെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷിക്കാം. ജലേഷ് ജോൺ പറഞ്ഞു മുഖ്യമന്ത്രി ആകുമോ എങ്ങനെയെന്ന് അതിലൊരു ചോദ്യം ഉന്നയിക്കുന്നു. ശോഭ കെ എനിക്ക് നമസ്കാരം പറയുന്നു. ശോഭയ്ക്ക് കെ എൻ്റെയും നമസ്കാരം. സഞ്ജയ് പറയുന്നു BJPക്ക് ആണ് തൻ്റെ പിന്തുണ എന്ന്. ഓക്കെ, അപ്പോൾ ബൈജു അക്ബർ പറയുന്നു സ്വരാജിന് എല്ലാം കൊണ്ടും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ട് എന്ന് പറയുന്നു. പ്രമോദ് നാണു പറയുന്നു കോൺഗ്രസിൻ്റെ പരാതികൾ അവസാനിപ്പിക്കണം, പാതിരാക്കളികൾ അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൂടിക്കാഴ്ച പാതിരാക്കളി എന്നാണ് പ്രമോദ് നാണു പറയുന്നത്. ഓക്കെ, ഹരീഷ് ബാബു MS കൈയുടെ ചിഹ്നമൊക്കെ അയച്ച് എനിക്ക് ഒരു പൂവൊക്കെ അയച്ചിട്ടുണ്ട്. എനിക്കാണോ അതോ സ്ഥാനാർത്ഥികൾക്കാണോ എന്നറിയില്ല, ഏതായാലും ഒരു പൂ കിട്ടിയിട്ടുണ്ട്. ഹരീഷ് ബാബു MS. ഓക്കെ, ജയകുമാർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്, നമസ്കാരം എന്ന് പറയുന്നു. മുരളീധരൻ നായർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രേക്ഷകരെല്ലാം നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അടുത്ത ഷിജു പത്തനംതിട്ടയിൽ നിന്ന് വളരെ ചുരുങ്ങിയ വാക്കുകൾ. ഷാജി പത്തനംതിട്ടയിൽ നിന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ, നമുക്ക് വീണ്ടും സംസാരിക്കും. ഇന്നത്തെ ഈ ഒരു പ്രധാന വിഷയം, അവിടുത്തെ എന്ത് ഉൾക്കളികളാണ് നടക്കുന്നതെന്നാണ് ഷാജി മനസ്സിലാക്കുന്നത്? സാറേ, നമസ്കാരം സാറേ. വളരെ പെട്ടെന്ന് സാർ എന്നെ വിളിച്ചായിരുന്നു, അടൂർ സാർ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് അൻവറിനെ ഇങ്ങോട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പുള്ളി ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ജയിക്കും. ഇങ്ങനത്തെ ഗ്രൂപ്പ് വഴക്കുണ്ട്, ആ ഗ്രൂപ്പ് വഴക്ക് നിർത്തി കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും. UDF കൺവീനർ പറഞ്ഞിട്ട് അവിടെ എടുക്കുന്നില്ല. ഓക്കെ, പുഷ്പരാജൻ എന്നൊരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പുഷ്പരാജൻ. പൊന്നു സാറേ, ഈ തെരഞ്ഞെടുപ്പ് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? നിത്യോപയോഗ സാധനങ്ങളുടെ വില സാറ് കേട്ടോ, 1 ലിറ്റർ പാലിന് 10 വർഷം മുമ്പ് 45 രൂപയായിരുന്നു, ഇപ്പൊ 60 രൂപയാണ്. ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഈ സിന്താവ വിളിക്കാനും സമരം വിളിക്കാനും നടക്കുന്നവനൊക്കെ നടക്കാം. ഞാനിന്ന് 5 ദിവസമായി ജോലിക്ക് പോയിട്ട്, കാരണം മഴ മാത്രം ട്രാൻസ്ഫോമർ മറിഞ്ഞത്. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? തീരെ ബുദ്ധിമുട്ടാണ് സാറേ. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ ആശാരിപ്പണിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ആശാരിമാർക്ക് ശമ്പളം ഭയങ്കരമായി വർദ്ധിച്ചില്ല. 20 കൊല്ലത്തിന് ആശാരിമാർക്ക് ശമ്പളം 3 ഇരട്ടിയായില്ലേ സാറെ? കറണ്ട് ഉണ്ടെങ്കിലേ കിട്ടാനില്ല, മനസ്സിലായോ? കറണ്ട് ഉണ്ടെങ്കിലേ പണി ചെയ്യാൻ പറ്റും. ചിന്തയിലിട്ട് നേടാം. ഒരു കട്ടലിന് സാറിന് ഞാൻ വന്ന് പണിഞ്ഞെന്ന് ഒരു 1500 രൂപ വെച്ച് എനിക്ക് തരാവോ? അല്ല സാറേ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മാത്രം ജീവിച്ചാ പോരാ. നിങ്ങൾ ഇനി ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയാതെ ഞാൻ സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അറിയാതെ പറയാണ്,
പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ഡിമാൻഡുള്ള ഒരു ആളുകളാണ് കാർപ്പന്റർമാർ. പലരും അവരെ ടൈലുകാര് സാറേ ഈ കൊല്ലം ജില്ലയിൽ നിന്ന് ഞങ്ങളിപ്പോ 5 ദിവസമായി ജോലിക്ക് പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ കിഴക്കാന്നല്ല രാഷ്ട്രീയക്കാരൻ കൊണ്ടുവരുന്നേ. അത് മഴ ഇവിടുത്തെ രാഷ്ട്രീയക്കാരന് മാത്രം ജീവിച്ചാൽ പോരാ. ഇന്ന് എത്ര തെരഞ്ഞെടുപ്പാണ്, എത്ര നാളുണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്? എത്ര നാളുണ്ട് സാറേ? ഈ തെരഞ്ഞെടുപ്പ് എന്താ ഗുണം? അൻവർ കാലുമാർ ഇപ്പൊ അൻവർ ജയിച്ചു കഴിഞ്ഞാൽ അൻവർ രാജിവെച്ച് എന്ത് ചെയ്യും? വീണ്ടും തെരഞ്ഞെടുപ്പ്. ഒരു MLA ജയിച്ചു പെട്ടെന്ന് രാജിവെക്കുക, അവര് രാഷ്ട്രീയക്കാർ തമ്മിലുള്ള പ്രശ്നത്തിന് രാജിവെക്കുക, എന്നിട്ട് സാധാരണക്കാരന്റെ തലയിൽ അടിച്ചേൽപ്പിച്ച് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുക. അതെനിക്ക് ഞാൻ സമ്മതിച്ചു. അനാവശ്യമായ ഒരു പാഴ്ചെലവ് പൗരന്റെ മുകളിൽ കെട്ടിവെക്കുന്ന 5 വർഷം ഭരിക്കാൻ കഴിയാത്തവർ പ്രതികരണം കേട്ടില്ലയോ? അൻവർ ജയിക്കും, മെറ്റോൻ ജയിക്കും, ആര് ജയിച്ചാലെന്ത് ഇവിടെ. ശരി, അപ്പൊ അത് നിങ്ങളുടെയും കൂടി കുറ്റമാണ്. തെരഞ്ഞെടുക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ അങ്ങനെ 5 വർഷം നിൽക്കുന്ന ആളുകളാണെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം കൂടി ആ പൗരന്മാർക്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മുടെ അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അരുന്ധതി എനിക്ക് തംസപ്പൊക്കെ അയച്ചിട്ടുണ്ട്. ഞാനും ആ അരുന്ധതിക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. വൈശാഖ് ഷാജി BJPക്കാണ് തൻ്റെ പിന്തുണ എന്ന് പറയുന്നു. പ്രശാന്ത് പറയുന്നു UDF നല്ലവണ്ണം പ്രവർത്തിച്ചാൽ സുഖമായിട്ട് ജയിക്കാം, ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷത്തിൻ്റെ ആവേശം പാലക്കാട് പറഞ്ഞതുപോലെയാണ് എന്ന് പറയുന്നുണ്ട്. ചീഫ് മിനിസ്റ്റർ ആകാൻ റിയാസ് ഉണ്ട് എന്ന് പറയുന്നു കിറ്റ്കാറ്റ്. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ സ്കറിയ നമ്മുടെ ചെറുപുഴയിൽ നിന്ന് വിളിക്കുകയാണ്. രാഷ്ട്രീയ രംഗം വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാളാണ്. ശ്രീ സ്കറിയ, ഈ BJP ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നു. അത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെന്നാണ് അവരുടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വാദം. ജോസഫ് വിഭാഗക്കാരനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നിലമ്പൂരിൽ ഒരുപാട് രാഷ്ട്രീയ ഉൾക്കളികൾ നടക്കുന്നു എന്ന ഒരു സൂചനയാണോ ഇത് മൊത്തത്തിൽ നൽകുന്നത്? നമസ്കാരം മനു. നമസ്കാരം. ഇത് എന്നാ കേസെന്ന് ചോദിച്ചാൽ ഇപ്പം പുഷ്പരാജൻ പറഞ്ഞ പോലെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു കൊല്ലത്തിനുള്ള നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് നമ്മുടെ സാധാരണക്കാരന്റെ നികുതിപ്പണം എടുത്തിട്ട് ഇത്രയും പൈസ മുടക്കി അവിടെ ചെലവാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അൻവർ അവിടെ CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. പിണറായി വിജയനുമായിട്ട് എന്തോ ഊച്ചിക്കറു, അതായത് കക്കാടംപോയിലത്തെ പുള്ളിയുടെ ഇതിനൊക്കെ വിഷയങ്ങൾ വരുമെന്ന് കണ്ടപ്പോഴത്തേനും പ്രശ്നമാകും, പുള്ളിക്ക് പൂട്ട് വീടുന്ന് കണ്ടപ്പോൾ പുള്ളി പിണറായി വിജയനെ എന്തൊക്കെ പറഞ്ഞ് ഒഴിവായി രാജിവെച്ച് പോന്നു. രാജിവെച്ച ശരി സ്വതന്ത്രമായിട്ട് നിന്ന് ആയിട്ടിപ്പോ UDFിലേക്ക് വരണമെന്ന് പറഞ്ഞ് UDFനെ വിലപേശുന്നു. അതിനുശേഷം അൻവർ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഞാൻ നാളെ മത്സരിക്കും. പുള്ളി ആദ്യം പോയത് നമ്മുടെ സ്റ്റാലിന്റെ പാർട്ടിക്ക് പോയി, അത് കഴിഞ്ഞ് മമതാ ബാനർജി. അപ്പൊ പുള്ളിക്ക് ഒരു വ്യക്തിത്വം ഇല്ലാത്ത മനുഷ്യനല്ലേ? വ്യക്തിത്വം ഉണ്ടെങ്കിൽ ഉറച്ചു നിൽക്കുക, വാക്കുകൾ പറയുന്ന നിൽക്കുക. UDFിലേക്ക് വരുമ്പോ ഞാൻ ഇന്നാളും പറഞ്ഞായിരുന്നു മനുവിനോട്, UDFിൽ പണ്ട് തുടങ്ങിയ പണികൾ അല്ലെ കോൺഗ്രസിൽ പണിയെടുക്കുന്നവന് സീറ്റ് കൊടുക്കാതെ ഈ ഇന്നലെ വന്നവന് ഈ വാക്ക് പാലിക്കുകയല്ലാത്ത PC ജോർജ് ആരായിരുന്നു? PC ജോർജിന്റെ നയം എന്തായിരുന്നു? PC ജോർജ് പോലെയല്ല. അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ കേരളത്തിലാകെ 3,75,00,000 ആൾക്കാരെ കണ്ടുള്ളൂ. അതിലെ വോട്ടവകാശമുള്ള 3 കോടിയേ കണ്ടുള്ളൂ. ഇതിലിപ്പോ എല്ലാ പാർട്ടിക്കാരുടെയും കൂടെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ജനസംഖ്യ കൂടിയോ എന്നൊരു സംശയമുണ്ട്. കാരണം അതുപോലെ സ്ഥാനാർത്ഥികൾ അല്ലെ, അങ്ങനെ ചിന്തിക്കണ്ടേ? അതിനെ മനു ചിരിക്കുന്നേ? അത്രയും പാർട്ടികളായിരുന്നില്ലേ? പാർട്ടികൾക്ക് മുഴുവൻ വരുമ്പോഴത്തേന് ഈ 3 കോടി വോട്ടർമാരെയൊക്കെ 12 കോടി വോട്ടർമാർ വേണം. പിന്നെ ഇപ്പോൾ ഈ പുഷ്പരാജൻ പറഞ്ഞ പോലെ സാധാരണക്കാരന് ജീവിക്കാൻ മേലാത്ത അവസ്ഥയിലേക്കാണ് ഇവർ കൊണ്ടുപോയാക്കുന്നത്. നമ്മുടെ നികുതിപ്പണം ഇവർക്ക് ശമ്പളം കൂട്ടുന്ന സമയത്ത് മാത്രം ഈ 140 MLA-മാരും ഇതാണ്. ഈ ഇടയ്ക്ക് തന്നെ ഉണ്ടായിരുന്നില്ല മനു, നിങ്ങൾ മീഡിയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരല്ലേ, അവർക്ക് ജീവിത ചെലവ് കൂടിയതിന്റെ പേരിൽ അവരുടെ ശമ്പളങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂട്ടുന്നു. ഇവിടെ പാവപ്പെട്ടവന് ജീവിത ചെലവ് കൂടിയിട്ടില്ല. അവർക്ക് ജീവിത ചെലവ് കൂടി, അവരുടെ പിള്ളേരെ പഠിപ്പിക്കുന്നതിനെല്ലാം ജീവിത ചെലവ് കൂടിയെങ്കിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും ജീവിത ചെലവ് കൂടിയിട്ടുണ്ട്. പണ്ട് 25 പൈസയുടെ പേനയായിരുന്നു. നമ്മള് പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ 25 പൈസക്ക് പേന കിട്ടുമായിരുന്നു. ഇന്ന് ആ പേനയ്ക്ക് 10 രൂപയായി. അങ്ങനെ എല്ലായിടത്തും ജീവിത ചെലവ് കൂടിയിട്ടില്ല. അപ്പൊ ഈ MLA-മാർക്ക് അവിടുത്തെ കസേരയിൽ, അതായത് പണ്ടൊരു പാട്ടുണ്ട്, ശുഭനോ എന്നും പറഞ്ഞ ഒരു പാട്ടില്ലേ, കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ. അപ്പൊ ഇവർക്കെല്ലാം എപ്പോഴും കനകസിംഹാസനത്തിലേക്ക് കയറിയിരുന്ന ഈ സുഖസൗകര്യം അങ്ങോട്ട് ആസ്വദിച്ച് ആരെ തെറി പറഞ്ഞ്, ആരെ ചർന്ന് ഭരിച്ച്, ആരെ കുതുകാല് വെട്ടി, പാർട്ടിക്കും പാർട്ടിയുടെ ലൈനും അതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു 80% മനു പൊതുജനത്തിനോടൊരു ഒരു പ്രതിബദ്ധത വേണം. അല്ലാതെ അവരുടെ കാര്യം അവരുടെ കീശ ഉയർപ്പിക്കുന്നു, അല്ല അവരുടെ കേസ് കൊടുക്കുന്നു. ഒരു ചെറിയ ഒരു സമയം എനിക്ക് തരണം.